ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും, അമൃതം പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുക അടിപൊളി ഒരു കിഡിലൻ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരിക്കലും നമ്മൾ അമൃതം പൊടി വെച്ചിട്ട് ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലാവത്തേയില്ല. നിങ്ങളിത് ഒരു തവണ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, ഉറപ്പാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനായിട്ട് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഞാൻ ഇവിടെ കറുത്ത മുന്തിരി, അതുപോലെ തന്നെ ഡേറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ടൂട്ടി ഫ്രൂട്ടി, കാഷ്നട്ട് ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 2 സ്പൂണോളം അമൃതം പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കോൺഫ്ലോറോ അല്ലെങ്കിൽ മൈദയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലോട്ട് 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ട് കളർ ചേഞ്ച് ആയിട്ട് വരണം. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നന്നായിട്ട് മെൽറ്റായി കളറൊക്കെ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഞാൻ ഇത് മാറ്റി വെക്കാണ്. അടുത്തത് നമുക്ക് അമൃതം പൊടി എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് അമൃതം പൊടിയാണ് എടുക്കുന്നത്. ഇത് ഞാൻ 3 പ്രാവശ്യം അരിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1 സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തേച്ചാൽ മതി ഈ ഒരു സമയത്ത്. അതുപോലെ തന്നെ നമുക്ക് 1 സ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/2 സ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ തവണ ഞാൻ ചേർക്കാനായിട്ട് മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടാമതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമ്മൾ അരിച്ചിട്ട് ഇതുപോലെ തരിതരിയായിട്ട് കാണുന്നതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം, അത് നമുക്ക് വേണ്ട. ഇനി നമുക്കൊരു മിക്സഡ് ജാറിലോട്ട് 1/2 കപ്പ് പഞ്ചസാര, ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്ക ഇത്രയും ചേർത്ത് കൊടുക്കുക. പിന്നെ ജാതിക്കയുടെ പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 സ്പൂണോളം ജാതിക്കാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി ഞാനൊരു കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടിന്നൊന്ന് ഓയിലൊക്കെ വെച്ച് ബ്രഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കേക്കിൻ്റെ ടിൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്കൊരു പാനിൽ ഡയറക്റ്റ് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അടികട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു കേക്കിൻ്റെ ഒരു ടിന്ന് എടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കാം. ഫ്രിഡ്ജിൽ വെച്ചതല്ല, നേരത്തെ പുറത്ത് എടുത്ത് വെച്ചതായിരിക്കണം കേട്ടോ. എന്നിട്ട് അതിലോട്ട് ഒരു 3 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസും 1/4 സ്പൂണോളം വാനില എസൻസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പതഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ മിക്സഡ് ജാറിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പരിവാവുന്ന വരെ നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലോട്ട് അമൃതത്തിൻ്റെ ആ ഒരു പൗഡർ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സിംഗ് ഒന്നും വേണ്ട കേട്ടോ, സാവകാശം ചെയ്തെടുത്തേച്ചാൽ മതി. അമൃതം പൊടി ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ നമുക്ക് മിക്സായി കിട്ടുകയും ചെയ്യും. അരക്കപ്പ് ഓയിൽ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാം, സൺഫ്ലവർ ഓയിൽ. അതുപോലെ തന്നെ 1/2 കപ്പ് നമ്മൾ പഞ്ചസാര ഉരുക്കിയതുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് സാവകാശം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ നമുക്ക് അവസാനമായിട്ട് നമ്മൾ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ എന്തിലാണോ തയ്യാറാക്കുന്നത് ആ ഒരു പാത്രത്തിലോട്ട് ഈ ഒരു മിക്സ് മാറ്റാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം കേട്ടോ. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവട്ടെ, നന്നായിട്ട് തട്ടിക്കൊടുക്കാം. ഞാനിവിടെ ഒരു ചെരുവത്തിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 50 മിനിറ്റ് 45 മിനിറ്റോളം നമുക്കിത് സമയം വേണ്ടി വരും. ഡയറക്റ്റ് നമ്മൾ പാനിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ കൂടി വന്ന് 20 മിനിറ്റൊക്കെ മതി കേട്ടോ. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നതും എടുക്കുന്നതും ആ ഒരു ക്ലിപ്പ് എൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി തന്നെ ആയിരുന്നു കേട്ടോ. ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വരുമ്പോൾ നല്ല അടിപൊളി കിഡ് ടേസ്റ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.